ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേടെറ്റ് ഫിസിക്കൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് മെയിനായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഏത് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കൈനറ്റിക് എനർജിയുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിക്കംസ് 4 times its initial value, then the new momentum will be become twice the initial value, become 4 times the initial value, become thrice the initial value, it remain constant. അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഹാഫ് mv² ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് വേണ്ടത്. അതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. p²/2m ആണ് നമ്മുടെ മൊമെൻറ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടേക്ക് എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് p²/2m ആണ് നമ്മുടെ മൊമെൻറ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മളിതിപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി സപ്പോസ് k1 എന്ന് എടുത്തു എന്ന് വിചാരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി ചെയ്ത് ഫുള്ളായിട്ട് നോക്കണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ. ജസ്റ്റ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? p1² നമുക്ക് എഴുതാം. p1² ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 2mk ആണ് നമുക്ക് എന്ത് വരുന്നത്? p1². അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. p1² = നമുക്ക് എന്ത് എഴുതാം? 2mk എന്ന് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് p1 = എന്താ വരിക? p1 = √2mk ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, √2mk എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്കപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ബിക്കംസ് 4 times ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെൻറ്റത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിനെ k2 എന്നെടുത്തു. ഫൈനൽ കൈനറ്റിക് എനർജി k2, അത് ബിക്കംസ് 4 times ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ 4k1 എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. ഈ k2നെ എഴുതുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം നമുക്ക് എങ്ങനെ എഴുതാം? p2² എന്നുള്ള രീതിയിലേക്ക് എഴുതിക്കൂടെ? p2²/2m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ p2² = നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 4k1 × 2m എന്നുള്ള രീതിയിലേക്ക് എഴുതാം. ഓക്കെ, ഇവിടെ k1 ഉണ്ട് കേട്ടോ, 2m k1 നമ്മൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെ എഴുതുമ്പോൾ ഇതെന്ത് വരും? 8. ഇതിങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്തല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8m k1 എന്നാണ് കിട്ടുന്നത്. 8m k1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് p2നെ എഴുതണം. p2 എഴുതുമ്പോൾ എന്താ വരിക? p2 എഴുതുമ്പോൾ √8m k1 എന്ന് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, √8 വരും. √8നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? √4 × 2 എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ √4 × 2 എന്ന് വരുമ്പോൾ √4 2 ആണ്. അപ്പോൾ അതിനെ 2√2 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 ഔട്ട്സൈഡ് എടുത്തു, ബാക്കി √2m k1 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഫൈനൽ മൊമെൻറ്റത്തിനെ എഴുതാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം √2m k1 എന്ന് പറയുന്നതായിരുന്നല്ലോ നമ്മുടെ ഇനീഷ്യൽ മൊമെൻറ്റം ആയിട്ട് വന്നത്. അപ്പോൾ 2p1, p2 = നമുക്ക് 2p1 എന്ന് കിട്ടി. അതായത് നമ്മുടെ ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ ട്വൈസ് ആയിട്ട് മാറി ഫൈനൽ മൊമെൻറ്റം when the kinetic energy of body becomes 4 times the initial kinetic energy. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് become twice the initial value. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു കൈനറ്റിക് എനർജിയും മൊമെൻറ്റും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ചോദിക്കാം.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കണം. കൈനറ്റിക് എനർജിയുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ p²/2m ആണ്. അത് ഈസിലി നിങ്ങൾക്ക് p = mv ആണ്. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. p² കൊടുക്കുമ്പോൾ ഇവിടെ m² ഇല്ലാത്തത് കൊണ്ട് നമ്മൾ താഴെ ഒരു m ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ദെൻ നമ്മൾ ഈ രീതിയിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാസ് ഓഫ് ദ ബോഡി ഓൺ ദ മൂൺ ഈസ് 40 കിലോഗ്രാം. വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്? അതായത് ഒരു ബോഡിയുടെ മാസ് മൂണിൽ 40 കിലോഗ്രാം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്? എർത്ത് സർഫേസിൽ ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന്. അപ്പം നമ്മൾ ആദ്യം വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. W is equal to mass into acceleration due to gravity ആണ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൂണില് ബോഡിയുടെ മാസ് 40 കിലോഗ്രാം എന്ന് തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരിക്കലും എങ്ങനെ ചിന്തിക്കരുത്, മൂണില് ഒരു ബോഡിയുടെ മാസ് 40 ആണ്, എർത്തിലേക്ക് വരുമ്പോൾ മാസ് മാറും, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, അതൊരിക്കലും മാറുന്നില്ല. ഓക്കെ, അതെന്ത് ചെയ്യുന്നില്ല, അത് മാറുന്നില്ല. വെയിറ്റിലാണ് വ്യത്യാസം വരുന്നത്. ഈ മാസ് റിമെയിൻ ഭൂമിയിലായാലും മൂണിലായാലും എവിടെയായാലും മാസ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് മാറുന്നത്. നമ്മുടെ എർത്തിൽ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ പറഞ്ഞു. പോൾസുകളിലും ഇക്വേറ്ററിലേക്കൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അത് നമ്മൾ പിന്നീടുള്ള ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കുന്നത്. മൂണിലേക്ക് വരുമ്പോൾ 1.62 സംതിങ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് മാറ്റമുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാസ് നിങ്ങൾക്ക് 40 കിലോഗ്രാം എന്ന് തന്നിരിക്കുന്നു. അത് ഇൻറ്റു നമുക്ക് എർത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. ദെൻ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. 98 ഇൻറ്റു 9.8 ആണ് കേട്ടോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ 98 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 392 കിട്ടും. ഓക്കെ, ഒരു 0 ഉണ്ടാവും, നമ്മൾ പോയിന്റ് ഇടുമ്പോൾ ആ 0 അങ്ങ് പോവും. ബാക്കി എന്ത് കിട്ടും? 392 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ആ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ് വെയിറ്റിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴായാലും അതിന്റെ ആ ഒരു യൂണിറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക. 392 ന്യൂട്ടൺ ആണ് നിങ്ങൾക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ലിബറേറ്റ്സ് H2 വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl? ഇതിൽ ഏത് മെറ്റൽ ആണ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഡൈല്യൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്ത് H2നെ ലിബറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് റിയാക്ടിവിറ്റി സീരീസ് ഇപ്പോൾ ഇവിടെ പറയാം. നിങ്ങൾ ജസ്റ്റ് അതിപ്പോൾ ഇവിടെ എഴുതാനുള്ളൊരു അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഇങ്ങനെയാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹൈഡ്രജൻ ആണ് അവിടുത്തെ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എപ്പോഴും താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കുറയുകയാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ എന്ന് പറയുന്നത് ഹൈഡ്രജന് മുകളിലുള്ളവർക്കൊക്കെ വളരെ റിയാക്ടിവിറ്റി കൂടുതലാണ്. ഈ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്നവരിൽ ഈ മെറ്റൽസുകളിൽ ആർക്കാണ് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് നിങ്ങൾ നോക്കണം. അതായത് ഏറ്റവും മുകളിൽ കിടക്കുന്നവരൊക്കെ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പോലും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന മെറ്റൽസുകളിൽ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അതറിയണമെങ്കിൽ നിങ്ങൾ റിയാക്ടിവിറ്റി
റിയാക്ടിവിറ്റി സീരീസ് ഓർഡറിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓർഡറിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി സിങ്ക് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഇല്ല, സിങ്ക് ഉണ്ട്. ഈ തന്നിരിക്കുന്നതിൽ ബാക്കിയൊക്കെ അതിന് താഴെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ ആൻസർ വരുന്നത് സിങ്ക് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കി വെക്കുക. റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഓർഡർ വരുന്നത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഈ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അയേൺ എടുക്കുന്നു. അയേണിനെ നമ്മൾ Fe എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കോപ്പർ എടുത്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അയോണിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അയോൺ സപ്പോസ് നമ്മളെ കോപ്പറിന്റെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് CuSO4 ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയോൺ എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ അയേണിന് ഈ കോപ്പറിനെ അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് അയേൺ FeSO4 ആയിട്ട് മാറും. FeSO4 ആയിട്ട് മാറിയിട്ട് പ്ലസ് Cu കോപ്പറിനെ അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസുകളെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റലിനെ അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതും ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യണമെങ്കിലും എന്ത് വേണം, റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു റെസിസ്റ്റിവിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വയർ ഓഫ് റേഡിയസ് 1 സെന്റിമീറ്റർ ആൻഡ് അനദർ വയർ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം മെറ്റീരിയൽ ആൻഡ് ഹാവ് സെയിം ലെങ്ത്. Which wire has high resistance? Both have equal resistance. The 1 centimeter radius wire has high resistance. The 2 centimeter wire has high resistance. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. The relation resistance cannot be determined from given data. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു 2 വയറുകൾ തന്നിട്ടുണ്ട്. രണ്ടുപേരുടെ റേഡിയസ് വ്യത്യസ്തമാണ്. ഒരാളുടെ റേഡിയസ് 1 സെന്റിമീറ്ററും മറ്റേ വയറിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. രണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ്, സെയിം ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 വയറിന് ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസും ലെങ്ത്തും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. R is equal to rho L by A. റെസിസ്റ്റൻസ് R is equal to rho L by A എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇപ്പോൾ വയർ ആണെങ്കിൽ അതിന്റെ ലെങ്ത്, A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ റേഡിയസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതൊരു വയർ ആണെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ, അതിനെ നമ്മൾ നെടുകെ കട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയുള്ളൊരു ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ ഏരിയ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടുവാണ്. ഇതില് നമ്മൾ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. സെയിം മെറ്റീരിയൽ ആണ് 2 വയറും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സെയിം മെറ്റീരിയലുകളാകുമ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. റെസിസ്റ്റിവിറ്റി ഒരിക്കലും വ്യത്യാസം വരില്ല. അതുപോലെ ലെങ്ത് സെയിം ലെങ്ത് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. നമ്മളുടെ റെസിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ് R. ഇതിൽ വ്യത്യാസം വരുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² അല്ലേ.
ഏരിയയിലും എന്തുണ്ടാകും? വ്യത്യാസമുണ്ടായിരിക്കും. സോ ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കുമോ? ആയിരിക്കില്ല. അത് അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. കാരണം പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റോ എൽ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? പൈ ആർ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ സാധിക്കും. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി. ഇപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് സ്ക്വയർ ഓഫ് ദ റേഡിയസ്. റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ആർ പ്രപ്പോർഷണൽ 1/r² ആണെന്ന് മനസ്സിലായി അല്ലേ? റോ എൽ ബൈ പൈ ആർ സ്ക്വയർ അല്ലേ? ബാക്കി റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. അത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. എൽ ലെങ്ത് ആണ്, സെയിം ലെങ്ത് ആണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ അതും കോൺസ്റ്റന്റ് ആണ്. പിന്നെ പൈ വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്, പിന്നെ ഉള്ളത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ്. റേഡിയസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ആർ പ്രപ്പോർഷണൽ 1/r² എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു വയർ എടുക്കുക. ആദ്യത്തെ വയറിന്റെ റേഡിയസ് എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആർ പ്രപ്പോർഷണൽ 1/r². ആദ്യം 1 സ്ക്വയർ കൊടുത്തു. അപ്പൊ 1 സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ പ്രപ്പോർഷണൽ 1 എന്നാണ് നമുക്ക് ആദ്യത്തെ വയറിന്റെ കിട്ടുന്നത്. രണ്ടാമത്തെ വയറിന് കൊടുത്തു നോക്കൂ. ആർ പ്രപ്പോർഷണൽ 1/r². രണ്ടാമത്തെ വയറിന്റെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കൊടുക്കും ആർ പ്രപ്പോർഷണൽ 1/4 ആണ് നമുക്ക് കിട്ടുന്നത്. ആർ പ്രപ്പോർഷണൽ 1 ഓക്കെ, ആർ പ്രപ്പോർഷണൽ നമുക്ക് കിട്ടുന്നത് 1/4 ആണ് കിട്ടുന്നത്. ഓക്കെ, ആർ പ്രപ്പോർഷണൽ 1/4. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതാണ്? 1 സെന്റിമീറ്റർ റേഡിയസ് വയർ ഹാസ് ഹൈ റെസിസ്റ്റൻസ്, 2 സെന്റിമീറ്റർ വയർ ഹാസ് ഹൈ റെസിസ്റ്റൻസ്. ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇത് ആർ പ്രപ്പോർഷണൽ 1ഉം ഇത് ആർ പ്രപ്പോർഷണൽ 1/4 ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി റെസിസ്റ്റൻസും നമ്മളുടെ റേഡിയസ് എന്ന് പറയുന്നതും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റേഡിയസ് കുറവുള്ള ആൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് കൂടുതൽ. അത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ഇതൊരെണ്ണം ആർ പ്രപ്പോർഷണൽ 1ഉം മറ്റേത് 2 സെന്റിമീറ്റർ ചെയ്തപ്പോൾ ആർ പ്രപ്പോർഷണൽ 1/4 ആണ്. ബൈ 4 ആയി. ഓക്കെ, അപ്പൊ അത് കുറയല്ലേ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് 1 സെന്റിമീറ്റർ റേഡിയസ് വയർ ഹാസ് ഹൈ റെസിസ്റ്റൻസ്. ആ ഒരു ഉത്തരവാണ് ശരി. നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ആർ പ്രപ്പോർഷണൽ 1/r² കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും. റേഡിയസ് കുറവുള്ള ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, റേഡിയസ് കൂടുതലുള്ള ആൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇതിൽ നിന്ന് എന്താണ്? ആ ഒരു ഐഡിയ ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും അവരുടെ ബുക്കിൽ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് എഴുതി നോക്കുക. നമുക്ക് പോകെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം ഓരോ ദിവസം ചെയ്യുന്നതും കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. നമുക്ക് പിന്നീടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം എക്സാമിന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.